നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിന് ചെറുപ്പക്കാരുണ്ടാകണമെന്ന് മന്ത്രി OJ ജനീഷ്. മാടക്കത്ര പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പകൽ വീടിന്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ MLA കെ രാജൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് സെന്റ് സേവേഴ്സ് കൊറോണ ചർച്ച് സെഹിയൂൻ ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് മന്ത്രി OJ ജനീഷ്. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മലപ്പുറം ചാമ്പ്യന്മാർ. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് മന്ത്രി OJ ജനീഷ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ കളരി എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിലെ അത്ലറ്റിന്റെയും അതോടൊപ്പം കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും നവീകരിക്കുന്ന പദ്ധതിയാണിത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കേരളത്തിന്റെ കായിക മേഖലയ്ക്കു കീഴിലുള്ള ഹോസ്റ്റലുകൾ, സ്റ്റേഡിയങ്ങൾ, അനുബന്ധ സൗകര്യങ്ങളെല്ലാം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളെയും വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടീമുകളാണ് ചാമ്പ്യന്മാരായത്. കോഴിക്കോട് ജില്ലാ ടീം 2ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും നേടി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അണ്ടർ 15 ബോയ്സ്, അണ്ടർ 17 ബോയ്സ്, അണ്ടർ 17 ഗേൾസ് സ്കൂൾ ടീമുകളായിരുന്നു മത്സരിച്ചത്. സമാപന സമ്മേളനത്തിൽ MLA രാജൻ ജെ പല്ലൻ അധ്യക്ഷനായി. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ IM വിജയൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൌൺസിലർ ജോയ് ബാസ്റ്റിൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഒളിമ്പ്യൻ PR ശ്രീജേഷ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സുമേഷ്, DDET ഷൈല, സംസ്ഥാന സ്പോർട്സ് കോർഡിനേറ്റർ അജിത് വർഗീസ്, അസിസ്റ്റന്റ് സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർമാരായ PU വിസ്മയ, ചിത്ര, കുഞ്ഞുമുഹമ്മദ്, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ MK ഷാജി, തൃശൂർ സെക്രട്ടറി സുധീർ എന്നിവർ പങ്കെടുത്തു. CA സന്തോഷ് സ്വാഗതവും ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ നന്ദിയും അറിയിച്ചു. മാടക്കത്ര പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പകൽ വീടിന്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ സുജിത രമേശ് സ്വാഗതം ആശംസിച്ചു. മാടക്കത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ അശോകൻ ആലുക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, 10ാം വാർഡ് മെമ്പർ ഗീതു രതീഷ്, 7ാം വാർഡ് മെമ്പർ ജിത് ചിറക്കാക്കോട്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഇന്ദിര സുധാകരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പകൽ വീടിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പത്മാവതി മങ്കുഴി സംസാരിച്ചു. സെക്രട്ടറി കിളിയത്ത് ശിവദാസൻ നന്ദി അറിയിച്ചു. ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് ഇവിടെ നിൽക്കും. ഇവിടെ ഗ്രാമസഭയ്ക്ക് വരും, 10ാം വാർഡ് 8ാം വാർഡ് ഗ്രാമസഭകൾക്ക് വരുമ്പോൾ എന്നും ഗ്രാമസഭയിൽ പറയുമായിരുന്നു, എന്നും പറയും. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ചെയ്യണം, അടിയന്തരമായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ അടിയും ഇവിടെ വന്ന കുറവുകൾ ഞാൻ നോക്കി കണ്ടു. അത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും അധികം വൈകാതെ പഞ്ചായത്തിലെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വൈകലൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അധികം വൈകാതെ തന്നെ ഇവിടുത്തെ പണികളെല്ലാം ജനലും വാതിൽ, TV, ടാങ്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ തന്നെ അത് ചെയ്തു തരും എന്ന കാര്യത്തിൽ ഉറപ്പ് വരുന്നു. നിങ്ങൾ പറയേണ്ടതായിട്ട് വരില്ല, പഞ്ചായത്തിനോട് മെമ്പറോടോ ഞങ്ങളോട് ആരോടും പറയേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ അത് വന്ന് അധികം വൈകാതെ അല്ലാതെ നമുക്ക് നോക്കാം. അധികം വൈകാതെ തന്നെ നമുക്കത് വന്ന് തീർച്ചയായിട്ടും അത് ഭംഗിയായി ചെയ്തു തരും എന്ന് ഞാൻ ഉറപ്പ് വരികയാണ്. ഏറ്റവും സന്തോഷം. കാരണം പഞ്ചായത്തിൽ ഇതുപോലെ ഒരു സ്ഥലത്തും ഇത്ര സംവിധാനം ആയിട്ടില്ല. ഒന്നുള്ളത് ഒരു തണൽ വീടാണുള്ളത്, ലക്ഷം വീട്ടിൽ, അത് ഇത്രത്തോളമൊന്നും ആയിട്ടില്ല, ആയി തുടങ്ങുന്നുള്ളൂ. കട്ടിലപ്പുറത്ത് എൻ്റെ നാട്ടിൽ, എൻ്റെ അയലക്കത്ത്, എനിക്കിപ്പോൾ 56 വയസ്സായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക്
ഇത് സൗകര്യം കേട്ടോ, ഇത് നല്ല കെട്ടാണ്, ഇത് സൗകര്യമുണ്ട്, ഗ്രൗണ്ട് നമുക്ക് മുറ്റൊക്കെ ഉണ്ട്, നല്ല സൗകര്യത്തില് നമുക്ക് ടൂർ പോവാം. നിങ്ങളെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവാ ഉറപ്പ്. അപ്പൊ തീർച്ചയായിട്ടും അത് നല്ല സൗകര്യമുള്ള ഒരു അപ്പൊ വേറെ ഒന്നും എനിക്ക് പറയാനില്ല, സന്തോഷം തന്നെയാണുള്ളത്, വേറെ ഒന്നും പറയാനില്ല. ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചതിലും ഒക്കെ എല്ലാവരോടും സന്തോഷം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ശോകേട്ടൻ, ജിത്ത്, ഗീത്, സുജിത മെമ്പർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് അമ്മമാര്, അച്ഛന്മാര്, ഏറ്റവും പ്രിയപ്പെട്ടത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിക്കകത്താണ് പങ്കെടുക്കുന്നത് എന്നുള്ള ഈ പകൽവീടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിർബന്ധമായിട്ടും അതിന്റെ പ്രവർത്തനം ആരംഭിക്കണം. ഇവിടുത്തെ ചെറിയ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ അവസാനിപ്പിച്ച് ആർക്കാണോ പകൽ വീടിന്റെ ആവശ്യകതയുള്ളത് അവർക്ക് നൽകുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മളിത് വീണ്ടും തുറന്ന് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു വളരെ ഗുണകരമായ രീതിയിൽ വടകര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പകൽ വീടാണത്. പകൽ വീടിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വയസ്സായുള്ള ആളുകൾ, അതായത് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് വന്നിരിക്കുന്നതിന് 10 കൊല്ലത്തിനേക്കാളൊക്കെ കൂടുതലായി. അപ്പൊ അത് അന്ന് തുറന്ന് പ്രവർത്തിച്ചപ്പോ ഞങ്ങൾ കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയാ, ആ ഭരണം മാറി ഇതൊക്കെ ആയപ്പോ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ എല്ലാ ഗ്രാമസഭയിലും ഞാൻ പറയും ഇത് തുറന്നു തരണം. അപ്പൊ എന്നോട് പറയും നിങ്ങൾ പോയിരുന്നോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ ഈ പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാൻ എല്ലാ ഗ്രാമസഭയിലും, ഒരു ഗ്രാമസഭയല്ല എല്ലാ ഗ്രൂപ്പിലും ഞങ്ങൾ പറയുന്ന കാര്യം അപ്പൊ ശരിയാക്കാന്നും പറഞ്ഞ് ലാസ്റ്റ് തുറന്ന് കിട്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും 5 പ്രാവശ്യം നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന് ഒല്ലൂർ എംഎൽഎ കെ രാജൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രകടനങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാണ് സിപിഐ പാർലമെന്ററി പാർട്ടി നേതാവ് കെ രാജൻ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കത്തയച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കു നേരെ പോലീസിന്റെയും സംഘപരിവാർ ഗുണ്ടകളുടെയും ക്രൂരമായ അക്രമം ഡൽഹിയിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായെന്നും കേരളത്തിൽ എഐഎസ്എഫും എസ്എഫ്ഐയും എഐവൈഎഫും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഡൽഹി നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കൊല്ലം എന്നിവിടങ്ങളിൽ ക്രൂരമായ ലാത്തിച്ചാർജ് അടക്കം കേന്ദ്രത്തിന് തുല്യമായ നടപടി കേരളത്തിന്റെ പോലീസുകാർ സമരക്കാർക്ക് നേരെ നടത്തി. സാംസ്കാരിക പ്രവർത്തകരും വനിതകളും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരും നടത്തിയ പ്രകടനങ്ങൾക്കു നേരെ കേരളത്തിലെ പോലീസ് കേസെടുത്തു. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ നിലകൊണ്ട യുവാക്കൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ സ്വാഭാവികവും ന്യായവുമായ പ്രതികരണങ്ങൾക്കു നേരെ പോലീസ് കേസുകളെ ന്യായീകരിക്കാനാവില്ല. പൊതുസമൂഹത്തിന്റെ പ്രതിഷേധങ്ങൾക്കെതിരെ കേസുകൾ പാടില്ലെന്ന് നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുടെയും പൊതുപ്രവർത്തകരുടെയും പേരിൽ നിലവിലുള്ള കേസുകൾ പൂർണ്ണമായി പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് കെ രാജൻ എംഎൽഎ ആവശ്യപ്പെട്ടു. തൃശൂർ അതിരൂപത കെസിബിസി മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോന ചർച്ച് സെഹിയോൻ ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. മദ്യവും ലഹരി വസ്തുക്കളും സമൂഹത്തെ ക്യാൻസർ പോലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് നടപ്പാകണമെങ്കിൽ കുടുംബത്തിൽ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയെടുക്കുന്ന അമ്മയുടെ റോൾ വലുതാണെന്നും സ്ത്രീ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കെടാവിളക്കാണെന്നും ആ വെളിച്ചം കെട്ടുപോകാതെ ശ്രദ്ധിക്കാൻ അമ്മമാർ മുൻപോട്ട് വരേണ്ടതുണ്ടെന്നും സിസ്റ്റർ അൽഫോൻസ ആവശ്യപ്പെട്ടു. ലഹരി വിരുദ്ധ പ്രവർത്തനം ആദ്യം ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്ന് അവർ പറഞ്ഞു. അതിരൂപത വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അതിരൂപത വൈസ് പ്രസിഡന്റ് മേഴ്സി തോമിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ദേവസി പന്തലുക്കാരൻ ആമുഖ പ്രഭാഷണം നടത്തി. മുളയം മോചനയിലെ ലില്ലി മാത്യു ക്ലാസ് നയിച്ചു. റവറന്റ് ഫാദർ തോമസ് വടക്കൂട്ട്, അതിരൂപത പ്രസിഡന്റ് CP ഡേവിസ്, മാതൃവേദി പ്രസിഡന്റ് ഉജ്ജ്വല ബിജു, ലഹരി വിരുദ്ധ ജനകീയ കർമ്മസേന ചെയർപേഴ്സൺ ലീലാമ തോമസ്, വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ സിസ്റ്റർ എലിസബത്ത് മരിയ, മാതൃസംഘം പ്രസിഡന്റ് ജ്യോതി ബിജു, ജോയിന്റ് സെക്രട്ടറി ആനിസ് ജോൺസൺ, അതിരൂപത സെക്രട്ടറി രാജു പാറപ്പുറം, യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് വട്ടംകാട്ടിൽ, കൈക്കാരൻ ജോണി വട്ടംകാട്ടിൽ, ജോയ് തൂക്കാട്ടിൽ, ജോയ് പാലോലിക്കൽ, ബേബി,
ഫിലോമിന, ജെസി, ജോർജിന, അന്നമ്മ എന്നിവർ സംസാരിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കാനും പരാതികളിൽ കേസെടുക്കാനും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പോലീസിന് നിർദ്ദേശം നൽകി. പോലീസിന്റെ സൈബർ സെൽ കൂടുതൽ ശക്തമായി ഇടപെടണം. പരാതിയുള്ള സ്ത്രീകൾക്ക് ആവശ്യമായ നിയമസഹായങ്ങൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ലഭ്യമാക്കും. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിച്ച സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതമാക്കിയാൽ സ്വത്ത് തർക്കം, അതിർത്തി തർക്കം തുടങ്ങിയ പ്രാദേശിക പരാതികൾ അവിടെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. തൊഴിലിടങ്ങളിലെ പരാതികൾ പരിശോധിക്കുമ്പോൾ പോഷ് ആക്ട് അനുശാസിക്കുന്ന ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റികൾ രൂപീകരിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ തൃശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടൗൺ ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്തിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രനും പങ്കെടുത്തു. സിറ്റിംഗിൽ പരിഗണിച്ച 41 പരാതികളിൽ 7 തീർപ്പാക്കി. 5 പരാതികളിൽ പോലീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ബാക്കിയുള്ള 29 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ഗാർഹിക പീഡനം, സ്ത്രീധനം, വസ്തുതർക്കം, തൊഴിലിടങ്ങളിലെ പ്രയാസങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പ്രധാനമായും പരിഗണനയ്ക്ക് വന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നീലിപ്പാറയിൽ ഓട് കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് 2 സ്കൂൾ കുട്ടികൾക്ക് പരിക്ക്. കുട്ടികളെ ഇടിച്ച ശേഷം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് റോഡിന് കുറുകെ മറിഞ്ഞു. പരിക്കേറ്റ കുട്ടികളെ ആലത്തൂർ അസീസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട കാരണം വ്യക്തമല്ല. റോഡിൽ ഓടുകൾ പൊട്ടി ചിന്നിച്ചിതറിയതിനാൽ ദേശീയപാതയിൽ കനത്ത ഗതാഗത തടസ്സമുണ്ടായി. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ട്രാക്കിലാണ് അപകടം നടന്നത്. നിങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ മാറിയുന്നോ? അവരെടുത്ത് മാറ്റിക്കോട്ടെ. അവരെടുത്ത് മാറ്റിക്കോട്ടെ. നിങ്ങൾ ആരും ചെയ്യണ്ട. അവർ മാറ്റിക്കോളും. അവർ മാറ്റിക്കോട്ടെ. അതന്നെയാണെന്ന് പറയണേ. ഇവരുടെ കാര്യം ഭയങ്കര തിരക്കാണല്ലോ. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി, കുന്നംകുളം നഗരസഭകളിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ നഗരസഭാ സെക്രട്ടറി മനോജിനെ സസ്പെൻഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 4-ന് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഴിമതിക്കാരനായ സെക്രട്ടറി മനോജിനെതിരെ നഗരസഭാ പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടിയും പരാതികൾ സർക്കാരിനും വിജിലൻസിനും ഓഡിറ്റ് വിഭാഗത്തിനും നൽകി. ഓഡിറ്റ് വിഭാഗവും വിജിലൻസും സർക്കാരിന് സെക്രട്ടറിക്കെതിരായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും നഗരസഭാ ഭരണാധികാരികളും സർക്കാരും അഴിമതിക്കാരനായ സെക്രട്ടറിക്ക് കുടപിടിക്കുകയാണ്.
വടക്കാഞ്ചേരി നഗരസഭ രൂപീകരണത്തിനു ശേഷം 2 പഞ്ചായത്തുകളുടെയും അസസ്മെന്റ് രജിസ്റ്ററുകൾ ഒന്നാക്കുന്ന സമയത്ത് മനോജ് സെക്രട്ടറിയായി വന്ന ശേഷം പൊളിച്ചുപോയ കെട്ടിടങ്ങളുടെ നമ്പറുകൾ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നൽകി കോടികൾ കോഴ വാങ്ങി നിലവിലുള്ള കെട്ടിടങ്ങൾ നവീകരണം എന്ന പേരിൽ അനധികൃതമായി പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ആ കെട്ടിടങ്ങൾക്കെല്ലാം പഴയ കെട്ടിടങ്ങളുടെ നമ്പർ അനുവദിക്കുകയും ചെയ്തു. പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഉപകരണങ്ങൾ വാങ്ങിയെന്ന് കാണിച്ച് ലക്ഷങ്ങൾ കൊള്ളയടിച്ചു. നഗരസഭാ മിനിറ്റ്സിൽ കമ്മിറ്റിയിൽ വരാത്ത തീരുമാനങ്ങൾ എഴുതി ചേർത്തു. ഗുണഭോക്തൃ ലിസ്റ്റിൽ തിരിമറി നടത്തി അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ നൽകി. ചെറുതും വലുതുമായി നിരവധി കളവുകൾ സെക്രട്ടറിയും ഭരണസമിതിയും ചേർന്ന് നടത്തിയതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും സർക്കാർ എടുത്തില്ല. ഇടതുപക്ഷ യൂണിയന്റെ ശക്തനായ നേതാവായതുകൊണ്ടാണ് മനോജിനെ സംരക്ഷിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ BJP NDA കൌൺസിലർമാർ തൃശൂരിൽ എയിംസ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. കോർപ്പറേഷനിലെ BJP NDA പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ പ്രമേയം അവതരിപ്പിച്ചു. കൌൺസിലർമാർ BJP NDA കൌൺസിലർമാർ പിന്താങ്ങുകയും ചെയ്തു. തൃശൂരിൽ എയിംസ് സ്ഥാപിക്കാൻ ഭൂമി കണ്ടെത്താൻ കോർപ്പറേഷൻ മുൻകൈയെടുക്കണമെന്നും സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും അടിയന്തര ശുപാർശ ചെയ്യാനും പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. കേന്ദ്ര സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള പാർലമെന്റ് അംഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MP സാന്നിധ്യം തൃശൂരിലേക്ക് എയിംസ് അനുവദിച്ചു കിട്ടാൻ വലിയൊരു അനുകൂല ഘടകമാണെന്ന് പ്രമേയത്തിൽ സൂചിപ്പിച്ചു. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും തൃശൂർ നഗരത്തിന്റെ അടുത്ത 50 വർഷത്തെ വികസന കുതിച്ചുചാട്ടവും മാത്രം ലക്ഷ്യമാക്കി രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റിവെച്ച് കോർപ്പറേഷൻ കൌൺസിലിലെ മുഴുവൻ അംഗങ്ങളും ഏകകണ്ഠമായി പ്രമേയത്തെ പിന്തുണയ്ക്കണമെന്ന് രഘുനാഥ് C. മേനോൻ പ്രമേയത്തിൽ വ്യക്തമാക്കി. കൌൺസിൽ യോഗത്തിലെ അജണ്ടകൾ കഴിഞ്ഞ 10 വർഷമായി LDF തുടർന്നു വന്ന അജണ്ടകളുടെ തുടർച്ച മാത്രമാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നത് LDFും UDFും ഡീലുണ്ടെന്നാണെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ ആരോപിച്ചു. ഇന്ദിരാ ക്യാന്റീൻ എന്ന സംവിധാനത്തിന് സുവ്യക്തമായ അജണ്ട എന്നൊന്നില്ലാതെ കൊണ്ടുവന്നതിനെ BJP ശക്തമായി എതിർത്തു. വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നതിലും വഞ്ചിക്കുളത്തെ സുതാര്യമല്ലാത്ത നവീകരണ പ്രക്രിയയെക്കുറിച്ചും BJP NDA കൌൺസിലർമാർ എതിർത്തു. കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, AV കൃഷ്ണമോഹൻ, വിനോദ് കൃഷ്ണ, അഡ്വക്കേറ്റ് രേഷ്മ M. മേനോൻ, മുംതാസ് ചിഞ്ചു, പത്മിനി ഷാജി എന്നിവർ സംസാരിച്ചു. മിൽമ സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ വില്ലടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൃശൂർ MLA രാജൻ J. പല്ലൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു തൈക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഡയറി മാനേജർ C. സജിത് മുഖ്യപ്രഭാഷണം നടത്തി. വിയൂർ പോലീസ് സ്റ്റേഷൻ SHO മഹേഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസ് നൽകി. പ്രിൻസിപ്പൽ P. സീന, മിൽമ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ KK സുനന്ദ, PTA പ്രസിഡന്റ് ബബിമോൾ എന്നിവർ ആശംസകൾ അറിയിച്ചു. ശ്യാമള ടീച്ചർ സ്വാഗതവും TV സിന്ധു നന്ദിയും അറിയിച്ചു. മിൽമ സ്പെഷ്യൽ ഗ്രേഡ് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് KK അനിൽകുമാർ, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് അനിൽ കുനിയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഹ്രസ്വ ചലച്ചിത്ര സംരംഭകർക്ക് ഏകദിന ശില്പശാല തൃശൂരിലെ ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലിൽ ഓഗസ്റ്റ് 9 രാവിലെ 9 മുതൽ നടക്കും. 2 സെഷനുകളിലായി ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പിൽ ദേശീയ സംസ്ഥാന ബഹുമതികൾ നേടിയ സംവിധായകനും ചലച്ചിത്ര പ്രതിഭകളും പങ്കെടുക്കും. സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും താൽപര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. 9846210143 8086602121. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമായിരിക്കുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 10ഓളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു. വാർത്തകളിനി ഇടവേളയ്ക്കു ശേഷം. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തകളിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തി ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി. കല്ലൂർ തൃക്കൂർ സ്വദേശി പാറമേൽ വീട്ടിൽ PA സുജിത്താണ് ഈസ്റ്റ് പോലീസിന്റെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡിന്റെയും ചേർന്നുള്ള ഇടപെടലിൽ പാലക്കാട് നിന്ന് പിടികൂടിയത്. സ്വകാര്യ ബസ് ജീവനക്കാരനാണ് ഇയാൾ. പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി പല ദിവസങ്ങളിലായി പീഡിപ്പിച്ചു. ഗർഭിണിയായ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിക്കെതിരെ നെടുപുഴ, പുതുക്കാട് സ്റ്റേഷനുകളിലും 6ഓളം കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട നവാസിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കാൻ 6 മാസത്തേക്ക് സഞ്ചലന നിയന്ത്രണ ഉത്തരവുണ്ടായിരുന്നു. ലംഘിച്ച് ജൂലൈ 28-ന് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോടാലി ഓവുങ്ങലിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് നവാസ് വീണ്ടും ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ കടന്നിരിക്കുന്നത്. ഇരിങ്ങാലക്കുട, കൊടകര, വെള്ളിക്കുളങ്ങര സ്റ്റേഷനുകളിൽ വധശ്രമ കേസിലും കവർച്ച കേസിലും അടിപിടി കേസിലും സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും ഉൾപ്പെടെ 16ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ മുതലുകൾ മോഷണം പോയ കേസിൽ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിലായി. തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഓടിന്റെ നിലവിളക്കുകൾ, തൂക്കുവിളക്കുകൾ, കിണ്ടി, തമ്പോളങ്ങൾ, ധൂമക്കുറ്റി, കൊടിവിളക്ക്, ചെമ്പുകുടം, ചെമ്പ് തകലങ്ങളടക്കം 2 ലക്ഷം രൂപയോളം വരുന്ന പൂജാ സാധനങ്ങളും മറ്റു മുതലുകളും മോഷ്ടിച്ച കേസിലെ പ്രതിയിൽ നിന്ന് മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ച് തെഗുവിൽ വീട്ടിൽ അലി എന്നയാളെ കൊടുങ്ങല്ലൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണാറ മൂർഖനിക്കര റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കണ്ണാറ മൂർഖനിക്കര റോഡ് അശാസ്ത്രീയ നിർമ്മാണത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷും പഞ്ചായത്ത് അംഗം ജോജോ കണ്ണാറയും സ്ഥലം സന്ദർശിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച കണ്ണാറ മൂർഖനിക്കര റോഡിൽ മുഴുവൻ അശാസ്ത്രീയതയാണ്. അശാസ്ത്രീയ നിർമ്മാണത്തിൽപ്പെട്ട് വലയുകയാണ് നാട്ടുകാർ. മലയിൽ നിന്നും റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗത്ത് അഴുക്കുചാൽ നിർമ്മിക്കാതെ റോഡിന്റെ എതിർഭാഗത്താണ് അഴുക്കുചാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ മലവെള്ളം പൂർണ്ണമായും റോഡിന് കുറുകെ ഒഴുകുകയാണ്. റോഡ് വേഗത്തിൽ തകരാനും കല്ലും ചരലും റോഡിൽ വന്ന് കിടക്കാനും ഇത് കാരണമാക്കുന്നു. ഇത് ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ശക്തമായി ഒഴുകിവരുന്ന മഴവെള്ളം റോഡരികിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ഉള്ളിലേക്ക് ഇരച്ചുകയറുകയാണ്. അഴുക്കുചാൽ റോഡ് നിരപ്പിൽ നിന്നും ഉയർത്തിപ്പണിതതിനാൽ റോഡരികിൽ വീടുകളുള്ള ആളുകൾക്ക് വാഹനം മുറ്റത്തേക്കിറക്കാൻ കഴിയാത്ത സ്ഥിതിയും നിലവിലുണ്ട്. പൂർണ്ണമായും റോഡ് പണിയാതെ കൾവെട്ടിന്റെ നിർമ്മാണത്തിനായി ഇടയ്ക്കിടെ പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷ്, പഞ്ചായത്ത് അംഗം ജോജോ കണ്ണാറ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിക്കുക, അശാസ്ത്രീയ നിർമ്മാണം നിർത്തി ശാസ്ത്രീയമായി അഴുക്കുചാലുകൾ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും റോഡിലെ ശോചനീയാവസ്ഥ അധികൃതരുടെയും MLA രാജന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും KC അഭിലാഷ് CTV ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഈ ചെറിയ കടയിലിരിക്കുന്ന ആളാ. അപ്പോൾ എന്നും ഇതിലെ 2 വീലർ പോകുമ്പോൾ ഡെയിലി ഓരോ വണ്ടി ഇവിടെ മറിയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇന്നലെ ഒരു സഹോദരി ഇവിടെ ഇതിലെ പോയപ്പോൾ അവർ വണ്ടി ചെരിഞ്ഞു, അവർക്ക് കാല് കുത്താൻ പറ്റണില്ല അവിടെ കുഴി കാരണം. അങ്ങനെ മറിഞ്ഞു വീണ് അവരുടെ തലയുടെ പുറകിൽ പൊട്ടി ഒത്തിരി ബ്ലഡ് ഉണ്ടായി. ഞങ്ങളൊക്കെ കൂടി പിന്നെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തി വെള്ളം കൊടുത്ത് കഴുകി വേഗം ഹോസ്പിറ്റലിലേക്ക് വിടുക ചെയ്ത്. അന്ന് ഇത് കുത്തി പൊളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കുറച്ചെങ്കിലും നന്നാക്കിയിട്, വണ്ടികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവർ ഉടനെ ഉണ്ടാവും, ഉടനെ നന്നാക്കും എന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഇട്ടേച്ച് പോയി. പിന്നെ ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല. ഇപ്പോൾ കണ്ണാറ മൂർക്കനിക്കര റോഡിന്റെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാരേക്കലിൽ നിന്ന് പലക്കാവിലേക്ക് പോരുന്ന ഭാഗത്ത് മലയുടെ മുകളിൽ നിന്നും വെള്ളം വരുന്ന ഭാഗത്ത് ചാലുകൾ നിർമ്മിക്കാതെ അതിന്റെ ഒരു ഉപയോഗമില്ലാത്ത ഭാഗത്ത് ചാലുകൾ നിർമ്മിച്ചുകൊണ്ട് താഴെയുള്ള ഭൂമിയുള്ള ആൾക്കാർക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ചാല് നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കന്നാലി ചാലുമായിട്ട് അത് ബന്ധിക്കാതെ പകുതിയിൽ വെച്ച് തന്നെ നിർത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ വളരെ എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലം പണികളായാലും കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെയധികം മന്ദീഭവിച്ചുള്ള രീതിയിലാണ് നിൽക്കുന്നത്. താഴെയുള്ള വീടുള്ളവർക്ക് പോലും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു രീതിയിൽ, അതായത് ആ ഭവനത്തിലുള്ളവർക്ക് റോഡിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാരകത സെൻട്രലത്തെ അവസ്ഥ ഇപ്പോൾ പാലം പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് ആ ചാല് എവിടേക്ക് എത്തിച്ചേരണം, അവിടെ നിന്നുള്ള വെള്ളം കറക്റ്റായിട്ട് വന്ന് കന്നാലി ചാലിലാണ് അവസാനിക്കേണ്ടത്. പക്ഷെ അവിടുന്ന് ചാല് നിർമ്മിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി കന്നാലി ചാലിൽ ചെന്ന് അവസാനിക്കാത്ത രീതിയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 നടത്തറയിൽ നിന്ന് കണ്ണാറയിലേക്ക് വരുന്ന റോഡിന് ഫണ്ട് അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 2026 എത്തി നിൽക്കുകയാണ്. 10 വർഷം പിന്നിടുമ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിൽ ഈ പ്രദേശത്തെ ആളുകളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കടന്നു പോവുകയാണ്. എല്ലാ സ്ഥലവും എടുത്തു പരിശോധിച്ചാൽ അശാസ്ത്രീയമായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. മഴ പെയ്താൽ എല്ലാ വീടുകളിലേക്കും വെള്ളം വരാവുന്ന രീതിയിലാണ് റോഡ് നിർമ്മാണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാന നിർമ്മാണത്തിൻ്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാന വേണ്ട പ്രദേശങ്ങളിലൊന്നും കാന നിർമ്മിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ല. മലയിൽ നിന്നും വെള്ളം വരുന്ന ഭാഗത്ത് കാന ഇല്ലാതെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാന പണിയുകയും മലയിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെ ആളുകളുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാക്കി കടന്നു പോകുന്ന തരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം കടന്നു പോകുമ്പോൾ നിരന്തരം മറ്റുള്ള ക്രോസ് റോഡുകളിലേക്ക് കടക്കുന്ന ആളുകൾ വാഹനാപകടത്തിൽ പരിക്ക് പറ്റുകയും അത്യാസന്ന നിലയിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് കൽവർട്ടുകൾ ഉണ്ടായിരുന്ന ഒരു റോഡിൽ ആ കൽവർട്ടുകളൊക്കെ ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പണി കഴിക്കേണ്ട കൽവർട്ടുകൾ, വീതി കൂട്ടേണ്ട കൽവർട്ടുകൾ, ആ കൽവർട്ടുകൾ വീതി കൂട്ടുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ജോജോയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്കറിയാം മാരാക്കില് ജോളി ചേച്ചിയും ഒക്കെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ സ്ഥലം സന്ദർശിച്ചത്. ഇവിടെ പ്രാദേശികമായി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അത് MLA-യുടെ ശ്രദ്ധയിൽപ്പെടുത്തും. MLA-യോട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്താൻ പറയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിന് ചെറുപ്പക്കാരുണ്ടാകണമെന്ന് മന്ത്രി OJ ജനീഷ്. മാടക്കത്ര പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പകൽ വീടിന്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഒല്ലൂർ MLA കെ രാജൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് സെന്റ് സേവേഴ്സ് കൊറോണ ചർച്ച് സെഹിയൂൽ ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.